ജനാധിപത്യ പാഠങ്ങൾ അടുത്തറിഞ്ഞ് എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. വിദ്യാലയത്തിലെ 1000-ഓളം കുട്ടികളാണ് വിവിധ ബൂത്തുകളിലായി നടന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായത്. നാളെയുടെ വാഗ്ദാനങ്ങളായ പുതിയ തലമുറയ്ക്ക് ജനാധിപത്യ ഭരണക്രമത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിട്ടറിയുന്നതിനാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പിന്റെ പ്രതീതിയിൽ തന്നെ സ്കൂൾ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് സ്കൂൾ എച്ച്.എം. റഷീദ് കുട്ടമ്പൂർ പറഞ്ഞു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഒട്ടനവധി ഓർമ്മകൾ നൽകുന്ന ഒരു ദിനമാണിത്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ തങ്ങളെ ആര് ഭരിക്കണം എന്നത് തീരുമാനിക്കാനുള്ള പൊതുജനത്തിനുള്ള ഒരു അവസരമാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ അവർ പഠിക്കൽ അനിവാര്യമാണ്. ആ ഉദ്ദേശത്തോടു കൂടിയാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വളരെ മാതൃകാപരമായി നമ്മുടെ സ്കൂളിൽ സംവിധാനിച്ചിട്ടുള്ളത്. 2000-ഓളം വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിട്ട് പരിചയപ്പെടാൻ സാധ്യമാകുന്ന വിധത്തിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2 ബൂത്തുകളിലായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും വോട്ടിംഗ് രേഖപ്പെടുത്താൻ സാധ്യമാകുന്ന നിലക്കുള്ള സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ ആരംഭിച്ച കുട്ടികളുടെ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അത് പൂർത്തീകരിക്കപ്പെടുകയും വൈകുന്നേരത്തോടുകൂടി കൃത്യമായി 6 വ്യത്യസ്ത വിഭാഗങ്ങളിലേക്കായി 20-ലേറെ കുട്ടികൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് പൂർത്തീകരണമാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ തുടങ്ങി സ്കൂളിലെ SS ക്ലബ്ബാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, ജനറൽ ക്യാപ്റ്റൻ, ഫൈൻ ആർട്സ് സെക്രട്ടറി, UP ലീഡർ, UP എഡിറ്റർ എന്നീ സുപ്രധാന സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കുറ്റമറ്റ വോട്ടിംഗ് ഉറപ്പുവരുത്താൻ ബൂത്ത് ഏജന്റുമാർ ജാഗ്രത കാണിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ എന്നിവ പൂർത്തിയായപ്പോൾ 8 സ്ഥാനാർത്ഥികളാണ് ബാക്കിയായത്. 21 സ്ഥാനാർത്ഥികൾ വിവിധ സ്ഥാനങ്ങൾക്കായി മത്സര രംഗത്തിറങ്ങി. ഓരോ സ്ഥാനത്തിനും വ്യക്തമായ പ്രചരണവും പോസ്റ്റർ പ്രസിദ്ധീകരണവും പൊതുസംവാദങ്ങളും നടത്തി. വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയ കൗതുകം വളർത്തുന്നതിന് വാക്ക് വോട്ടിംഗ് പ്രകാരമായുള്ള പ്രചരണവും വാഗ്വാദവും ശ്രദ്ധേയമായി. പോളിംഗ് ദിവസം എല്ലാ ക്ലാസുകളിലെയും വിദ്യാർത്ഥികളും ആകാംക്ഷയോടെ തങ്ങളുടെ മതിയായ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തി. പ്രക്രിയ മുഴുവനും ക്രമബദ്ധമായും സുതാര്യമായും നടന്നു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.